തൃശ്ശൂരിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. മുളക് പൊടി എറിഞ്ഞ് മോഷണം നടത്താൻ വേണ്ടി ശ്രമിച്ചു ഒരാൾ. ഒരു യുവതിയുടെ നേർക്കാണ്, ഒരു സ്ത്രീയുടെ നേർക്കാണ് മുളക് പൊടി എറിഞ്ഞിട്ട് അവരുടെ ആഭരണമോ മറ്റോ മോഷ്ടിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. തൃശ്ശൂരിലെ ചാവക്കാട് ഭാഗത്ത് നിന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിലെ ഞങ്ങളുടെ റിപ്പോർട്ടർ അനീഷ് ആന്റണി ആയതുകൊണ്ട് അനീഷിന് അതിൻ്റെ വ്യക്തമായിട്ടുള്ള വിവരങ്ങളുണ്ടാവും. മുളക് പൊടി എറിഞ്ഞ് ആരുടെ കയ്യിൽ നിന്ന് എന്ത് മോഷ്ടിക്കാനാണ് ശ്രമിച്ചത് അനീഷ് ആന്റണി? ബനേഷ്, ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഇത്തരത്തിൽ മോഷ്ടാവിന്റെ ഒരു മോഷണ ശ്രമം നടന്നത്. ചാവക്കാട് മണത്തലയിലാണ് ഇത്തരത്തിൽ വീട്ടമ്മയുടെ മുഖത്തേക്ക് മുളക് പൊടി എറിഞ്ഞൊരു കവർച്ചാ ശ്രമം ഉണ്ടായത്. മണത്തല ആലഞ്ചേരി വീട്ടിൽ സുജിത്തിന്റെ വീട്ടിലാണ് ഇത്തരത്തിൽ കള്ളൻ എത്തിയത്. സുജിത്തിന്റെ ഭാര്യ പ്രീജയുടെ മുഖത്തേക്കാണ് ഇത്തരത്തിൽ മുളക് പൊടി എറിഞ്ഞത്. ഈ സമയത്ത് ഭാര്യ പ്രീജ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഭർത്താവ് സുജിത്ത് സാധനങ്ങൾ വാങ്ങുവാനായി കടലേക്ക് പോയിരുന്ന സമയത്തായിരുന്നു മോഷ്ടാവ് എത്തിയത്. വീടിനകത്തായിരുന്ന പ്രീജ മുൻവാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ട് വാതിൽ തുറക്കാനായി പോയതായിരുന്നു. ഭർത്താവാണ് എന്ന് ധരിച്ചാണ്, കടയിൽ പോയ ഭർത്താവ് തിരികെ വന്നു എന്ന് ധരിച്ചാണ് പ്രീജ വാതിൽ തുറക്കാനായി പോയത്. വാതിൽ തുറന്ന ഉടൻ മോഷ്ടാവ് കയ്യിൽ കരുതിയിരുന്ന മുളക് പൊടി പോലുള്ള വസ്തു പ്രീജയുടെ മുഖത്തേക്ക് എറിയുകയായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ ഈ മുളക് പൊടി മുഖത്തേക്ക് വീണില്ല, ദേഹത്തേക്കാണ് വീണത്. ഇതോടെ പ്രീജ നിലവിളിച്ച് വീടിന് പുറകിലേക്ക് ഓടി പുറവശത്ത് വാതിൽ കൂടി പുറത്തേക്ക് കടന്ന് അയൽവാസികളെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. അയൽവാസികൾ എല്ലാവരും സംഘം ചേർന്ന് എത്തി വീടിന് മുന്നിലേക്ക് എത്തിയപ്പോഴേക്കും മോഷ്ടാവ് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ ദേഹത്ത് ഈ പൊടി പതിച്ചതോടെ ദേഹത്താകെ നീറ്റലും ചൊറിച്ചിലും അനുഭവപ്പെട്ടു. ഉടനടി പ്രീജയും ഭർത്താവ് എത്തിയ കടയിൽ പോയ ഭർത്താവ് തിരികെ എത്തി. ഭർത്താവും പ്രീജയുമായി ഡോക്ടറെ അടുത്തേക്ക് ചെന്ന് പ്രാഥമിക ചികിത്സ തേടി തിരികെ എത്തിയ ശേഷം ചാവക്കാട് പോലീസിൽ ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് ആരാണ് ഇത്തരത്തിൽ മുഖമറച്ച് വീട്ടിലേക്ക് എത്തിയത് എന്ന ആളെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് പ്രീജ രക്ഷപ്പെട്ടത്. ഈ എറിഞ്ഞ മുളക് പൊടി എങ്ങാനും കണ്ണിൽ പതിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രീജയുടെ ദേഹത്തുള്ള സ്വർണ്ണാഭരണങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ മോഷ്ടാവ് കൈക്കലാക്കി കടന്നു കളയുമായിരുന്നു. മോഷ്ടാവിന് ഉന്നം തെറ്റി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മുഖത്തേക്ക് എറിഞ്ഞ മുളക് പൊടി ദേഹത്തേക്കാണ് വന്ന് പതിച്ചത്. അതുകൊണ്ട് തന്നെ പ്രീജ ഭയന്ന് നിലവിളിച്ച് വീടിന് പുറകുവശത്തേക്ക് ഓടി അയൽവാസികളെ വിളിച്ച് വിവരം അറിയിച്ച് അയൽവാസികളെയും കൂട്ടി വരുമ്പോഴേക്കുമാണ് ഈ മോഷ്ടാവ് ആ സമയത്തിനുള്ളിൽ അവിടെ നിന്നും കടന്നു കളഞ്ഞത്. ബനേഷ്, അനീഷ് ആന്റണി അവിടെ തുടരണം. ഈ പ്രീജയുടെ വാക്കുകൾ നമ്മൾക്ക് കേൾക്കാം. പെട്ടെന്ന് വാതിൽ കുത്തിയപ്പോ ഞാന് ചേട്ടനാച്ചിട്ട് വാതിൽ തുറന്ന വശം എന്റെ മുഖത്തേക്ക് ഒരു പിടി ഇങ്ങനെ മുളകും പൊടിയാണ്, മുളകാന്നൊക്കെ തോന്നുന്നു, ഇങ്ങനെ എറിഞ്ഞ വശം എന്റെ നെഞ്ചത്ത് മേലൊക്കെ ആകെ നീറി. അപ്പൊ ഞാൻ ആകെ പേടിച്ചിട്ട് അകത്തേക്ക് ഓടി. ബാക്കിൽ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓടി ബാക്കിലേക്ക് ഓടിയിട്ട് ബാക്കിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരുമ്പോഴേക്കും ആളെ എവിടെ പോയി എന്നറിയില്ല. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, കാരണം ഞാൻ ആകെ തളർന്നു. മേലെ ആകെ നീറുമായിരുന്നു. പിന്നെ എല്ലാരും കൂടി വന്ന് കുളിപ്പിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അനീഷ് ആന്റണി കേൾക്കാമോ? അനീഷ് ആന്റണി, മുളക് പൊടി എറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ച് അകലെയുള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തില്ല, അത് പറന്ന് വായുവിൽ വീഴുന്ന അവസ്ഥയുണ്ടാവും. ഒരു പെപ്പർ സ്പ്രേ പോലെയുള്ള ഉപകരണമാണ് ആ കള്ളൻ ഉപയോഗിച്ചിരുന്നതെങ്കിൽ കള്ളന്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു അല്ലേ? തീർച്ചയായും ഇത് മുളക് പൊടി തന്നെയാണ് എറിഞ്ഞതെന്നാണ് പറയുന്നത്. ഈ മുളക് പൊടി എറിഞ്ഞത് കൃത്യമായി പറഞ്ഞാൽ കള്ളന് ഉന്നം തെറ്റി എന്ന് വേണം നമുക്ക് പറയാൻ. അതിലെ ദൃശ്യങ്ങൾ കാണുന്നതിൽ ഒരു മഞ്ഞ നിറമാണല്ലോ കാണുന്നത് മുളക് പൊടി എന്ന് പറയുന്നിടത്ത്. അപ്പൊ എറിഞ്ഞ പൊടിയിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, സംശയമുണ്ട്. കാരണം ഈ പ്രീജ പറയുന്നത് മുളക് പൊടി പോലുള്ള ഒരു വസ്തുവാണ് എറിഞ്ഞത്, ദേഹത്ത് കടുത്ത നീറ്റലുണ്ടായി എന്നെല്ലാം പറയുന്നു. നീറ്റലുണ്ടാവുന്ന തരത്തിൽ വരണമെങ്കിൽ അത് സ്വാഭാവികമായും മുളക് പൊടി ആയിരിക്കണം എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് വീട്ടുകാരുള്ളത്. പക്ഷേ അതിലും വീട്ടുകാർക്ക് സംശയമുണ്ട്, മറ്റെന്തെങ്കിലും രാസവസ്തുവാണോ ഇത്തരത്തിൽ എറിഞ്ഞതെന്നും കൂടിയുള്ള ഒരു സംശയമുണ്ട്. അതെല്ലാം ഇനി വിദഗ്ധ പരിശോധനയിൽ മാത്രമേ വ്യക്തമാകൂ. മുളക് പൊടിയാണോ അതോ മറ്റെന്തെങ്കിലും രാസപ്പൊടിയാണോ എറിഞ്ഞതെന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനയിൽ മാത്രമേ മനസ്സിലാകൂ. എന്തായാലും പോലീസും മറ്റ് അധികൃതരും എത്തി ഇതിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുമെന്നൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ചുവന്ന നിറവുമല്ല മഞ്ഞ നിറവുമല്ല, ഇത് രണ്ടും കലർന്ന ഒരു നിറമാണ് എറിഞ്ഞ പൊടിക്ക്. അവിടെ ഇറയത്ത് വീണ് കിടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത്തരത്തിലുള്ള നിറമാണ് പൊടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ മുളക് പൊടിയിലെ അല്ല എന്നുള്ളൊരു സംശയവും വീട്ടുകാർക്കും ഉണ്ട്. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ മുളക് പൊടിയാണ് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് അവർ. കാരണം മുളക് പൊടി ദേഹത്ത് പറ്റിയാൽ ഉണ്ടാകുന്ന അതേ തരത്തിലുള്ള നീറ്റലാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ഇവർ ഡോക്ടറെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഡോക്ടറും അത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണുള്ളത്. പക്ഷേ എറിഞ്ഞ പൊടിയുടെ നിറം എല്ലാം വെച്ച് നോക്കുമ്പോൾ മറ്റെന്തെങ്കിലും മിശ്രിതമാണോ എന്നത്
എന്ന തരത്തിലുള്ള സംശയവും ഉണ്ട്. ഇതെല്ലാം പോലീസാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. കള്ളനെയും എറിഞ്ഞ പൊടിയും എന്താണെന്നും ഇനി ചാവക്കാട് പോലീസിന്റെ കൈകളിലാണ് ഉള്ളത്. കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വവും ചാവക്കാട് പോലീസിനാണ് ഉള്ളത്. ബനേഷ്.